പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സ്പെയിനിൽ കളിക്കുമ്പോൾ അവിടുത്തെ ആരാധകരിൽ നിന്നും നേരിടേണ്ടി വന്ന അനാദരവിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ലാലിഗ പ്രസിഡന്റായ ഹാവിയർ ടെബാസ്. എബോലയുടെ അഭിമുഖത്തിലൂടെ പ്രതികരിക്കുകയായിരുന്നു ലാലിഗ പ്രസിഡന്റ്. ആളുകൾ പോർച്ചുഗീസ് എന്ന് വിളിക്കുന്നത് ഞാൻ നന്നായി ഓർക്കുന്നു. എന്നാൽ ഞാൻ പ്രസിഡന്റായ സമയത്ത് ഇതിനെതിരെ അപ്പോൾ തന്നെ നടപടിയെടുത്തു. എനിക്ക് നൽകാൻ സാധിക്കുന്ന എല്ലാ പരാതികളും ഞാൻ നൽകി. അതുകൊണ്ട് തന്നെ 2 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ ആളുകളിൽ നിന്നുണ്ടാകുന്ന ബഹുമാനക്കുറവ് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ എനിക്ക് സാധിച്ചു, ടെബാസ് പറഞ്ഞു. റൊണാൾഡോ 2015 റയൽ മാഡ്രിഡിനായി കളിക്കുന്ന സമയത്ത് റൊണാൾഡോ മദ്യപാനിയാണ് എന്ന് ആരാധകർ പരിഹാസമുയർത്തിയിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചും ലാലിഗ പ്രസിഡന്റ് പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ആരാണിത് ചെയ്തതെന്നും അത് തിരിച്ചറിയാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഞങ്ങൾ എല്ലാ മാർഗവും ഉപയോഗിക്കുന്നു. സ്പാനിഷ് ഫുട്ബോൾ ഒരിക്കലും വംശീയത നിറഞ്ഞതല്ല. ഫുട്ബോൾ വംശീയപരമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നും ടെബാസ് കൂട്ടിച്ചേർത്തു. 2009 റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും റയൽ മാഡ്രിഡിലെത്തുന്നത്. പിന്നീട് സാന്റിയാഗോ ബെർണബ്യൂവിൽ പോർച്ചുഗീസ് സൂപ്പർ താരം ഒരു അവിസ്മരണീയമായ കരിയർ കെട്ടിപ്പടുത്തുയർത്തുകയായിരുന്നു. 2018 റയൽ മാഡ്രിഡിൽ നിന്നും റൊണാൾഡോ യുവന്റസിലെത്തുന്നത്. അവിടെ നിന്ന് വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കും പിന്നീട് സൗദി വമ്പന്മാരായ അൽ നസറിലേക്കും താരം ചേക്കേറുകയായിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.